മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ പിന്നെ ഭർതൃഗ്രഹത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുവാനാണ് അച്ഛനെന്ന് ആഗ്രഹിക്കുക. വീട്ടിലേക്ക് കടന്നു വരുന്ന നവവധുവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുക. ഒരു ചെടി പറിച്ചു നട്ടതുപോലെയാണത്. വെള്ളവും വളവും താങ്ങും തണലും വേണ്ടത്ര കൊടുത്തേ തീരൂ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സപ്പോർട്ട് നന്നായിട്ട് കൊടുക്കണം. അത് ശരിക്കും വേര് പിടിച്ചോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറിച്ചു നോക്കേണ്ട ആവശ്യമില്ല. അത് അപകടം വരുത്തുന്നതാണെന്ന് ഞാൻ പറയാൻ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഉദ്ദേശിച്ച സ്നേഹം കൊണ്ട് നേടിയെടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 13:34-35 പറയുന്ന ആ സ്നേഹത്തിൻ്റെ കൽപ്പന അത് ശരിക്കും ജീവിതത്തിൽ കൊണ്ടുവരിക. സ്ത്രീധനത്തിൻ്റെയോ ആഭരണത്തിൻ്റെയോ മറ്റും കണക്ക് യാതൊരു കാരണവശാലും ചർച്ചാവിഷയമാക്കരുത്. പ്രത്യേകിച്ച് അമ്മച്ചിയും നാത്തൂന്മാരും ഒക്കെ ഇക്കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്ക 12:15 പറയുന്നുണ്ട്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പണം ഇച്ചിരി കുറഞ്ഞു കൂടി അതുകൊണ്ടൊന്നും ജീവിതം ധന്യമാവുകയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8 മുതൽ 18 വരെ വാക്യങ്ങളിൽ വളരെ നല്ല ഒരമ്മായിയമ്മയെ, നഹോമി എന്ന അമ്മായിയമ്മയെ നമുക്കറിയാം. അതുപോലെ നല്ല ഒരു മരുമകൾ റൂത്തിനെയും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ആ ഭാഗം എടുത്ത് ധ്യാനപൂർവ്വം ഒന്ന് വായിക്കണം. അങ്ങനെ നല്ലൊരമ്മയാകുവാൻ ശ്രദ്ധിക്കുക. 1985 ഒക്ടോബർ 31 സോണിയാഗാന്ധിയുടെ അടുത്ത് പത്രപ്രവർത്തകർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇന്ന് അമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ ചരമവാർഷിക ദിനമാണല്ലോ, എന്തു പറയുന്നു? സോണിയാഗാന്ധി വാവിട്ട് കരയുകയാണ് ചെയ്തത്. പത്രപ്രവർത്തകർക്ക് അത്ഭുതമായി. ഒരു ചോദിച്ചു, എന്താ കരയുന്നത്? അപ്പോൾ പറയുകയാണ്, പണ്ട് രാജീവ് ഗാന്ധിയുമായി വിവാഹാലോചന നടത്തിയപ്പോൾ വിവാഹത്തിൻ്റെ ക്രമീകരണ വേളയിൽ സോണിയാഗാന്ധിയെ കണ്ട ഇന്ദിരാഗാന്ധി ആ മകളുടെ ഉടുപ്പിലുണ്ടായിരുന്ന ഒരു ചെറിയ കീറിയ ഭാഗം കണ്ട് അത് ആ വലിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സൂചി നൂലും എടുത്ത് തയ്ച്ചു കൊടുത്ത കഥയാണ് സോണിയാഗാന്ധി പറയുക. അതാണ് അവളെ കരയിപ്പിച്ചത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. ആ അമ്മ, തിരക്കിട്ട ആ അമ്മായി അമ്മ മകളെ കണ്ട നിമിഷത്തിൽ അവളുടെ ഹൃദയത്തിൽ കയറി സ്ഥാനം പിടിച്ചു. എല്ലാ അമ്മച്ചിമാരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾക്ക് ദൈവം തരുന്ന ആ മരുമകളുടെ ഹൃദയത്തിൽ കയറി സ്ഥാനം പിടിക്കണം. സ്നേഹത്തിൻ്റെ വലിയ അനുഭവം കൊടുത്ത് സ്ഥാനം പിടിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നാരാണ് ആദ്യത്തെ ചോദ്യം എഴുതിയിരിക്കുക? അച്ഛാ, തിടനാട് നിന്ന് എൽസി എന്ന വീട്ടമ്മയാണ് ഈ കത്തയച്ചത്. ബഹുമാനപ്പെട്ട അച്ഛാ, ഞങ്ങൾക്ക് 2 മക്കളും ഒരു പെണ്ണുമാണ്. മക്കളുടെ 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. രണ്ടാമത്തെ മകൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമായി. അവർക്ക് 2 കുട്ടികളുമുണ്ട്. മകൻ ഗൾഫിലാണ് ജോലി. മരുമകൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാനോ ഞങ്ങളോട് അടുപ്പം പുലർത്തുവാനോ ഒട്ടും താല്പര്യമില്ല. എൻ്റെ ഭർത്താവ് ഇപ്പോൾ കിടപ്പിലാണ്. ഞാനും ക്ഷീണിതയാണ്. വീട്ടിൽ നിന്നാലേ സ്വത്ത് ലഭിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ മകൻ ലീവിന് വരുമ്പോൾ അല്പദിവസം അവളും കുട്ടികളും ഇവിടെ വന്നു നിൽക്കും. മകൻ പോയാൽ ഉടനെ തന്നെ അവളുടെ വീട്ടിലേക്കും മടങ്ങും. ഞങ്ങൾക്കിപ്പോൾ തുണയായിട്ട് ആരുമില്ല. മകൻ പറഞ്ഞാലും അവൾ ഈ കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തു ചെയ്യും? ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എൽസിയുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പല കുടുംബങ്ങളിലും ഈ ഒരു വിഷമമുണ്ട്. അത് ശരിയായൊരു പ്രവണത അല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിവാഹം കഴിഞ്ഞാൽ ഭർതൃഗ്രഹമാണ് സ്വന്തം വീടെന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. തോബിത്ത് 10:12 പറയുന്നത് പോലെ ആ വീടിനെ നമ്മൾ സ്വന്തമാക്കണം. ആ വീടാണ് ഇനി എൻ്റെ വീട് എന്നുള്ള ബോധ്യം ഉണ്ടാകണം. ദൈവം തന്ന വീടാണത്. ദൈവം തന്ന മാതാപിതാക്കളാണ് അവരെന്ന് ഓർക്കണം.
മരുമകളുടെ വീട്ടുകാർ ഇത് പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ ഇങ്ങനെ കൂടെ വരുമ്പോൾ നിരുത്സാഹപ്പെടുത്തുകയും അത് ഭർതൃഗൃഹത്തിലേക്ക് അവളെ അടുപ്പിക്കുകയും ചെയ്യണമെന്ന് എനിക്ക് പറയാനുണ്ട്. അതാണ് വീടെന്ന ബോധ്യം കൊടുക്കുക. ഇനി എൽസി ചെയ്യേണ്ടത്, എൽസിയാണ് നമുക്ക് കത്തയച്ചത്. അതുകൊണ്ട് എൽസി ചെയ്യേണ്ടത് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും പ്രാർത്ഥിക്കുക. കൂടാതെ മകൻ തിരിച്ചു വരുമ്പോൾ രണ്ടുപേരെ ഒരു മാരേജ് കൗൺസിലിങ്ങിന് പ്രേരിപ്പിക്കും. കാര്യങ്ങൾ കൗൺസിലർ വ്യക്തമാക്കി കൊടുക്കും എന്നാണ് എൻ്റെ ബോധ്യം. അത് വളരെ സ്നേഹത്തോടെ ഇടപെടാനായിട്ട് ഈ കൗൺസിലിങ്ങിനൊക്കെ വന്ന് അതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഫോണിലൂടെയൊക്കെ ആയിരിക്കും ബന്ധപ്പെടുന്നത്. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഈ മകനോടും മകളോടും വളരെ സ്നേഹമായിട്ട് എൽസി ഇടപെടണം. അങ്ങനെ അതുവഴി അമ്മച്ചിയുടെ നിർദ്ദേശം മകനും മകളും സ്വീകരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കണം എന്ന് ഞാൻ പറയും. അതിന് എൽസിയുടെ പ്രാർത്ഥന ഫലദായകമാവും. ഞങ്ങളും തീർച്ചയായിട്ടും അതിന് പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത്? വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീടാണ് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കേണ്ടത് എന്നുള്ളത് അവൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത് അവളിങ്ങനെ കൂടെ പോയി വീട്ടിൽ നിൽക്കുമ്പോൾ ആ മാതാപിതാക്കൾ ഇതിനുള്ള ഒരു വളം വെച്ച് കൊടുക്കുന്നത് പോലെ, കാരണം അവരുടെ ഭാഗത്തു നിന്നൊരു തിരുത്തൽ കൊടുക്കണം. കാരണം അവരും മകളും കുട്ടികളും ഞങ്ങളുടെ വന്ന് നിന്നോട്ടെ, അവളുടെ സുഖം, അങ്ങനെ മകളുടെ സുഖം നോക്കി നിൽക്കാനായിരുന്നെങ്കിൽ മകളെ വിവാഹം ചെയ്ത് അയക്കരുതാഞ്ഞു. പക്ഷേ അവളുടെ വിവാഹം ചെയ്ത് എന്ന വീട്ടിൽ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അവിടെ നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ. കാരണം ഭർത്താവ് അവിടെ ആണെങ്കിലും ആ അമ്മയും അപ്പൻ കിടപ്പിലാണ്, അമ്മ ഇവളെ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇനിയും അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അവൾക്ക് കൈപ്പേറിയ അനുഭവങ്ങളുണ്ടെങ്കിൽ അവൾ അവിടെ നിൽക്കാനായിട്ട് മടിക്കും. അപ്പം ഇതിലേതാണ് അവൾക്ക് പറ്റിയിരിക്കുന്നതെന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ എന്തായാലും അവളുടെ മാതാപിതാക്കൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അപ്പൻ രോഗിയായിട്ട് കിടക്കുന്നു, അമ്മയുടെ അടുത്ത് പോയി നീ നിൽക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും അവൾക്ക് നല്ല വാക്കുകൾ പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ വളർത്തു ദോഷം എന്ന് ഞാൻ പറയുക ഒന്നുകൂടി. കാരണം അവർ നല്ലത് കൊടുക്കുകയാണെങ്കിൽ അവൾ ചിലപ്പോൾ അവിടെ പോകാതിരിക്കുകയില്ല. പക്ഷേ അവർ വീട്ടിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ഇവൾക്ക് കൂടുതൽ ഇതിങ്ങനെ നിൽക്കാനായിട്ടുള്ള ഒരു താല്പര്യം വർദ്ധിക്കത്തേ ഉള്ളൂ. അപ്പോൾ അത് ഒരിക്കലും ശരിയല്ല. ഇവളുടെ ഈ ദുശാഠ്യം മാറ്റി കൊടുക്കേണ്ടത് അമ്മായിയമ്മയല്ല, അവളുടെ സ്വന്തം മാതാപിതാക്കള്. അപ്പം അമ്മായിയമ്മയ്ക്ക് ഇപ്പോൾ ഈ കത്തെഴുതാൻ അമ്മായിയമ്മയ്ക്ക് ഈ പ്രേരണ ഉണ്ടായെങ്കിലും അമ്മ പ്രാർത്ഥിക്കണം. ഈ മകളെ ഏതായാലും ദൈവം അവരുടെ കുടുംബത്തിലേക്ക് തന്നതാണ്. അപ്പം ഇവള് വഴി ആ കുടുംബത്തിൽ ചിലപ്പോൾ ആധ്യാത്മികമായ ഒരു പരിവർത്തനമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വലിയ ഒരു അവസ്ഥ വർദ്ധിക്കാനോ ചിലപ്പോൾ ഈ ഒരു കാര്യം ദൈവം നിമിത്തമാക്കാം. അങ്ങനെ നമുക്കെല്ലാം ഒരു നല്ല ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രണ്ട് കുടുംബങ്ങളിലും നിറയണം. അവളുടെ മാതാപിതാക്കളിലും അവളിലും പിന്നെ ഇവരുടെ കുടുംബത്തിലും നിറയാനായിട്ട് പ്രത്യേക ഈ അമ്മ പ്രാർത്ഥിക്കുക. പ്രഭാഷകൻ 26:10 പറയുന്നു, ദുശാട്ടിക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക, സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അപ്പോൾ ഇവൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിടിവാശിയുണ്ടെങ്കിൽ അവളുടെ മാതാപിതാക്കൾ അത് മാറ്റിക്കൊടുക്കണം. അവരാണ് അവളെ വളർത്തി വലുതാക്കിയത്. അങ്ങനെ അത് ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് എനിക്ക് പറയുവാനുണ്ട്. അപ്പം അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഈ മാറ്റം ഉണ്ടാകണം. പക്ഷേ നമ്മൾക്ക് എൽസിയാണ് കത്തെഴുതിയിരിക്കുന്നത്. എൽസിയോട് പറയാനുള്ളത് പ്രാർത്ഥനയിലൂടെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആ ഒരു ബോധ്യം ഹൃദയത്തിൽ പുലർത്തുവാൻ അങ്ങേയറ്റം പരിശ്രമിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്രാഹിമിന് എന്താ പറയാനുള്ളത്? ഇപ്പം പല കുടുംബങ്ങളിലുള്ള ഇതൊരു വിഷയമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊരു പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ കണ്ടെത്തുന്നതിനും വേണ്ടി അത്ര പ്രശ്നങ്ങൾ കുടുംബങ്ങളുണ്ടാകും. കാര്യം പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വരുമ്പോൾ കൂടുതൽ ദൈവാശ്രയത്തിലേക്ക് വരാനും കൂടുതൽ പ്രാർത്ഥിക്കാനും നമ്മളെ തന്നെ ഒന്ന് വിശദീകരിക്കാനും, കാരണം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു, അവർ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥ. ഇവർക്ക് 2 മകനുണ്ട്. മറ്റേ മകൻ്റെ കാര്യമൊന്നും, 2 മക്കൾ, ഇത് മൂത്ത മകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റേ ആളുടെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പം ഈ അവസ്ഥയിൽ അമ്മ കൂടുതൽ പ്രാർത്ഥിക്കുക. അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുക, പരിഹരിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പം പ്രാർത്ഥന എന്ന് പലരും ഇപ്പം ഈ കാര്യം നടക്കാൻ വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചു പോകുന്നൊരവസ്ഥയല്ല, അത് വിശ്വാസത്തോടെ സാധിക്കുമെന്നുള്ള ഉറപ്പോടെ ആ രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. ആഴമായ വിശ്വാസത്തോടു കൂടി എൽസി
പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് എബ്രാഹിമിന് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. അവരുടെ വിശദീകരണവും അവരുടെ വിശുദ്ധീകരണം നടക്കണം. ആ കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ അത് ആത്മശോധന ചെയ്യാനും വിശദീകരിക്കാനും. അപ്പം അവരും അവർക്ക് ധ്യാനം കൂടുന്നവരൊക്കെ ആയിരിക്കും. അവർ ധ്യാനത്തിലൂടെ അത് മനസ്സിലാക്കി ആ പരിഹൃതം ആക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള കുടുംബ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളിപ്പോൾ കൂടുതലായിട്ട് വരും. നമുക്ക് നാണെങ്കിലും പല കത്തുകൾ ലഭിക്കുകയുണ്ടായി. അപ്പം പണ്ട് വേറൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ ഇതിനുള്ള ഒരു പരിശീലനം മാതാപിതാക്കൾ കൊടുക്കുന്നതിൽ കുറവുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പൊതുവായി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ റോള് വേറെ ആർക്കും എടുക്കാൻ പറ്റുകയില്ല. എങ്കിലും അങ്ങനെയുള്ള പരിശീലനം ഒരുപക്ഷെ യുവതികൾക്ക് കൊടുക്കുവാൻ മറ്റുള്ളൊരു സഭയും പ്രാധാന്യം എടുക്കുന്നത് നല്ലതായിരിക്കും. വിവാഹമൊരുക്ക സെമിനാറിലൊക്കെ മിസ്റ്റർ എബ്രഹാം ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ടോ? ഇങ്ങനെയുള്ള അവിടെ നിൽക്കണം, അങ്ങോട്ട് വേണം അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാൻ എന്നുള്ള അതൊക്കെ ജനറലായിട്ട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ വിവാഹമൊരുക്ക സെമിനാറിൽ വരുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് അല്ലേ വിഷയമുള്ളൂ. അവർക്ക് കല്യാണം കഴിക്കാൻ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള, അല്ലാതെ ഈ പറയുന്നതൊക്കെ അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് ചില സമയത്ത് സംശയം തോന്നാറുണ്ട്. പണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ കുടുംബങ്ങളെ ബേസ് ചെയ്ത് കൂടുതൽ ക്ലാസ്സുകളൊക്കെ പള്ളികളിലും കുടുംബത്തെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഉണർവോടെ ക്ലാസ്സുകളുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇപ്പം ആ തലത്തിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊണ്ട് കൊടുക്കുന്നതും ഉചിതമായിരിക്കും. നമുക്കൊരു നിർദ്ദേശം കൊടുക്കാം. ഇതൊരു പൊതു പ്രശ്നമായിട്ടാണല്ലോ ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എൽസി ഏതായാലും പ്രാർത്ഥനയോടുകൂടി നിരാശപ്പെടാതെ പരിശ്രമിക്കുക. കാര്യങ്ങൾ ഭംഗിയാകും. ഞങ്ങളും പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥന നേരുകയാണ്. അടുത്ത കത്താരുടേതാണ്. അച്ഛാ, ഈ കത്ത് എഴുതുന്നത് അയർക്കുന്നത്ത് നിന്നും ഷീലയാണ്. ബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾ വിവാഹിതരായിട്ട് ഇപ്പോൾ 6 വർഷമാകുന്നു. വിവാഹം കഴിഞ്ഞ് അധികം നാളുകൾ ആകുന്നതിന് മുൻപ് ഭർത്താവിൻ്റെ അച്ചായൻ മരിച്ചുപോയി. പിന്നീട് ഭർത്താവിൻ്റെ അനുജനും വിവാഹിതനായി. ഞങ്ങൾ 2 കുടുംബവും അമ്മയും ഒന്നിച്ചാണിപ്പോൾ കഴിയുന്നത്. എന്നാൽ ഞങ്ങൾ ജ്യേഷ്ഠത്തെയും അനുജത്തെയും തമ്മിൽ സ്നേഹിക്കുകയോ സന്തോഷിക്കുകയോ സ്വതന്ത്രമായി ഇടപെടുകയോ ചെയ്യുന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഞങ്ങളെ ഭിന്നിപ്പിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടാക്കും. ഇപ്പോൾ ഞങ്ങൾ 2 കൂട്ടരും വെവ്വേറെയാണ് പാചകം ചെയ്യുന്നത്. അമ്മ അതിനായി ഞങ്ങളെ നിർബന്ധിക്കുന്നു. എപ്പോഴും എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കണമെന്നും ഐക്യത്തിൽ ജീവിക്കണമെന്നും ആഗ്രഹമുണ്ട്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറയുന്നത്? ഈ വീട് അമ്മയുടെ പേരിലാണ് കിടക്കുന്നത്. ഇവിടെ അമ്മ പറയുന്നത് നടക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. ദയവായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യണമേ. തീർച്ചയായിട്ടും ഇവിടെ ഷീലയും അനുജിത്തെയും സ്നേഹിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. സ്നേഹിക്കുക കർത്താവിൻ്റെ കൽപ്പനയാണ്. അവർ സ്നേഹിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ് കത്തിലൂടെ മനസ്സിലാകുന്നത്. വളരെ നല്ല കാര്യമാണ്. ആ സന്തോഷത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, അമ്മയും കൂടെ പങ്കു ചേർക്കാൻ പരിശ്രമിക്കണം. അമ്മയെ ഒഴിവാക്കണ്ട. അമ്മ ഇങ്ങനെ എതിരാണ് അതിന് എന്നൊരു മുൻവിധി വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ആ സന്തോഷം ഉണ്ടാകുമ്പോൾ അമ്മയെ കൂടെ അതിനകത്ത് പങ്കുചേർത്ത് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാനായിട്ടൊന്ന് ശ്രമിക്കണം. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഷീലയുടെ അഭിപ്രായം. ഏതായാലും വേറെ പാവം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഒരു വീട്ടിൽ തന്നെ 2 അടുക്കള എന്ന് പറഞ്ഞ പോലെ അതൊരിക്കലും ശരിയല്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. ആ വിവരം ഷീലയ്ക്ക് വളരെ കോൺഫിഡൻഷ്യലായിട്ട് വികാരിച്ചിനോടൊന്ന് പങ്കുവെച്ചാൽ അത് ഭർത്താവ് അറിഞ്ഞ് ചെയ്താൽ മതി. ഷീല ഒറ്റയ്ക്ക് പോയി ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഭർത്താവുമായിട്ടൊന്ന് ആലോചിച്ച് വളരെ കോൺഫിഡൻഷ്യലായിട്ടൊന്ന് പങ്കുവെച്ചാൽ അച്ഛൻ നയപരമായിട്ട് അതിനകത്ത് ഇടപെട്ടൊരു പരിഹാരം കണ്ടെത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാനും ഒരു വികാരിച്ചനാണ്. അതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട് തീർച്ചയായിട്ടും അത് അച്ഛൻ വളരെ നന്നായിട്ടത് കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രശ്നം. കൂടാതെ ഇപ്പോൾ കുടുംബം ഒന്നിച്ച് ധ്യാനം നടത്തുന്ന ചില സെൻ്ററുകളുണ്ട്. ഫാമിലി റിട്രീറ്റ് എല്ലാവരും ഉണ്ട്. അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി ധ്യാനങ്ങൾ നടത്തുന്നുണ്ട്. ചില ധ്യാന മന്ദിരങ്ങളിലൊക്കെ ഉണ്ട്. അത് നല്ലതാണ്. അവരെ ചില സെഷനിൽ ഒരുമിച്ച് കൊണ്ടുവരും. അല്ലാത്തപ്പോഴൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവരുടെ റോളിനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. അത് അവിടെ ഒന്ന് പോകുന്നത് നല്ലതാണ്. ഇവരുടെ ജീവിതം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ചേട്ടനും അനിയനും ഒന്നിച്ച് താമസിക്കുകയാണ്. നല്ലതാണ്. വളരെ റെയറായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു സാഹചര്യം. അപ്പം അവരൊരുമിച്ച് പോയി ഒരു ധ്യാനമൊക്കെ കൂടി
സൗഹൃദത്തിലേക്ക് തിരിച്ചു വന്നാൽ അത് എത്ര നന്നായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥ മാറ്റേണ്ടതാണ്, യാതൊരു സംശയമില്ല. യോഹന്നാൻ 17:11 പറയുന്ന പോലെ നമ്മൾ ഒന്നായിരിക്കുവാൻ ഈശോ പ്രാർത്ഥിച്ചു. ഈശോയുടെ പൗരോഹിത്യ പ്രാർത്ഥനയാണ്, അതൊരിക്കലും വിഫലമാവുകയില്ല. ഒന്നാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ശീല നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കുടുംബത്തിൻ്റെ മേൽ തിരുരക്തം തളിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതേപ്പറ്റി എബ്രഹാമിന് എന്താ പറയാനുള്ളത്? ഇപ്പം പറഞ്ഞ വചനത്തോട് ചേർന്ന് യോഹന്നാൻ 11:52 ചിന്നിച്ചിതറി കിടക്കുന്ന ദൈവമക്കളെ ഒന്നിപ്പിക്കാനായിട്ടാണ് വന്നത്. ഇവിടെ ആ കുടുംബത്തിൽ നാഥയായിരിക്കുന്ന ആൾ അവരെ ചിതറിക്കാനാണ് നോക്കുന്നത്. അമ്മ അവരെന്നാൽ ഒന്നിക്കാൻ ആഗ്രഹമുണ്ട്. അച്ഛൻ പറഞ്ഞല്ലോ വിചാരിച്ചനെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ 2 മരുമക്കളോട് ഒന്നിച്ച്, അപ്പം അച്ഛനെ കുറച്ചുകൂടെ ബോധ്യം വരുമല്ലോ. 2 മരുമക്കളോട് ഒന്നിച്ച് പോയി ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറയുകയും അമ്മയുടെ കൂടെ ഇരുത്തുകയും, പിന്നെ അമ്മയ്ക്കിപ്പോൾ അമ്മയുടെ പേരില്ല സ്വത്ത്. അതെ, എൻ്റെ കയ്യിൽ എൻ്റെ സ്വത്തിരിക്കുമ്പം ഞാൻ പറയുന്ന പോലെ നടക്കണം. അപ്പം അമ്മയുടെ ആ ഒരു വികാരവും അതിനകത്ത് ഇതെൻ്റെ സ്വത്താണ്, ഭർത്താവ് മരിച്ചു, ഇനി അത് കാരണം ആ ഒരു കൺട്രോളിൽ നിൽക്കണം എന്നുള്ളൊരു ചിന്തയും അതിനകത്തായിട്ട് കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ അമ്മമാർക്കൊക്കെ സ്വർഗത്തിൽ പോകാനുള്ള പരിശ്രമമൊന്നും, എന്ന് വെച്ചാൽ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളിലേക്ക് ആരും ചിന്തിക്കുന്നില്ല. അതിന് പകരം ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ പറയില്ല എപ്പോഴാണ് പോകുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം ഇതെല്ലാം വീടെല്ലാം സ്വന്തം പേര് പിടിച്ച് അവസാനം ഇതെല്ലാം കൂടെ ഇതാക്കി കഴിഞ്ഞ് പോകാൻ വേണ്ടി ആയിരിക്കും ഒരുങ്ങുന്നത്. പക്ഷെ എപ്പോഴാണെന്ന് ആർക്കും അറിയാവുന്നത്. വീട് അമ്മയുടെ അല്ല, തമ്പുരാൻ തന്നതാണ്. മക്കളും അമ്മയുടേതല്ല, തമ്പുരാൻ തന്നത്. ഇതെല്ലാം കൂടെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അമ്മയിലാണ് ഒത്തിരി മാറ്റങ്ങൾ. ശരിയാ, അവരിപ്പോഴും ഐക്യത്തിൽ തന്നെയാണല്ലോ നിൽക്കുന്നത്. ഇവർ പിന്നെ ഈ മരുമക്കൾ രണ്ടുപേരും തീക്ഷ്ണമായിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞ പോലെ കൗൺസിൽ വിചാരിച്ചിനെ കാണുന്ന കൂടാതെ ഇവരൊന്ന് മുട്ടിപ്പായിട്ട് ഈശോയുടെ തിരുരക്തം അമ്മയുടെ തളിച്ചുകൊണ്ട്, കാര്യം അവരൊന്നാണല്ലോ. ചേട്ടനും അനിയനും അവരുടെ ഭാര്യമാരും ഒന്നായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഒന്നിപ്പ് അവിടെ ഉണ്ട്. ആ ഒന്നിപ്പിൻ്റെ ശക്തിയിൽ അവരൊന്ന് ഒന്നിച്ചുള്ള ആ ശക്തിയിലുള്ള പ്രാർത്ഥനയിൽ അമ്മയെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ശ്രമിച്ചാൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എബ്രഹാം പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നു. 100 കോടി കിട്ടിയവൻ 10 രൂപയുടെ പുറകെ പോകുന്നത് പോലെ ഭൗതികമായ കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ അസ്ത്രയുടെ ഒരു കുടുംബം തകരുന്നു. സ്വർഗീയമായ ലക്ഷ്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നതായിട്ട് മനസ്സിലാകണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എബ്രഹാം സൂചിപ്പിച്ചത് എല്ലാ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആഫ്റ്റർ ഓൾ അതേ മിച്ചം വരത്തുള്ളൂ, ബാക്കിയൊന്നും നിലനിൽക്കുന്നതല്ല, നമുക്കറിയാം. ഇതേപ്പറ്റി എന്താണ് മേഴ്സിക്ക് പറയാനുള്ളത്? അമ്മയുടെ മനോഭാവവും കാഴ്ചപ്പാടും പ്രവൃത്തികളും ഒക്കെ ഒന്നും മാറ്റം വരാതെ ശരിയാവത്തില്ല. അമ്മായിയമ്മ റോളങ്ങ് മാറ്റിയിട്ട് അമ്മ റോളായിത്തീരണം. അതായത് അമ്മായിയമ്മ റോളാണ് എൻ്റേത്, എൻ്റെ വീട് എന്നൊക്കെയുള്ളത്. പക്ഷേ അത് മക്കൾക്ക് കൈമാറി പോകേണ്ടതാണ്. വാസ്തവത്തിൽ ഈ അമ്മയെ നോക്കാൻ അവസാനം ഈ മക്കളെ ഉള്ളൂ. ഭർത്താവ് മരിച്ചു, വിധവയാണ്. പിന്നെ ആ തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ പ്രോബ്ലം കൂടെ ഈ അമ്മയ്ക്കുണ്ട്. ഞാൻ ഒറ്റയാണ്, എനിക്കൊരു പിടി വേണം, ഞാൻ പറയുന്നത് ഇവിടെ കേൾക്കണം, എൻ്റെ പിടിയിൽ ഈ വീട് നിൽക്കണം എന്നൊക്കെ. പ്രത്യേകിച്ച് മരുമക്കളെ ഒരു ഉൾഭയത്തോടെയാണ് ഇവരെന്നെ ഞാൻ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്നില്ലെങ്കിൽ ഇവരെന്നെ ചിലപ്പോൾ വിട്ടുപോകുമോ. അപ്പം ഈ മരുമക്കൾ മനസ്സിലാക്കണം, അമ്മയുടെ ഇതുപോലെയുള്ള പോരായ്മകൾ നികത്തേണ്ടത് ഞങ്ങളാണ്. ഞങ്ങൾ അമ്മയെ എപ്പോഴും സ്നേഹിക്കുന്നവരായിത്തീരണം. കാരണം അമ്മയെ ഇവർ കയ്യിലെടുക്കാൻ ശ്രമിക്കണം. ഞാനതാ പറയുന്നത്. കാരണം അമ്മ ഒരു ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അമ്മയ്ക്ക് എപ്പോഴും ഉള്ളിൽ ഫീലിംഗ് ഉണ്ട്. ആ ഫീലിങ്ങിൻ്റെ പുറത്താണ് അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അപ്പോൾ അമ്മ ഒറ്റയല്ല, അമ്മ ഞങ്ങളുടേതാണ്, നമ്മൾ ഒന്നിച്ചാണ് എന്നുള്ളൊരു ചിന്താഗതി കൊടുക്കേണ്ടത് ഈ മരുമക്കളുടെ ഭാഗത്തു നിന്നും വരണം. പിന്നെ അവരുടെ ഒന്നിപ്പ് നല്ലതാണ്. അതുപോലെ തന്നെ അമ്മയെ അവരൊരിക്കലും മാറ്റരുത്. അമ്മയും കൂടെ കൂട്ടത്തിൽ വേണം. ഇനി വികാരിയച്ഛനോട് ചെന്ന് പറയുമ്പോൾ ഈ അമ്മയെ വിളിച്ച് വികാരിയച്ഛൻ എന്തെങ്കിലും ചോദിച്ചാൽ അത് പിന്നെ വേറൊരു പ്രശ്നമാവും. അതൊരു വലിയ പ്രശ്നത്തിന് വഴിതെളിക്കും. അപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നീങ്ങാൻ. ഇവരൊന്നിച്ച് പ്രാർത്ഥിക്കട്ടെ, ഇവർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ അമ്മ ഈ മക്കളെ കൂടുതൽ സ്നേഹിക്കാൻ റൂത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 3 മുതൽ 4 വരെയുള്ള വചനങ്ങൾ, നഹോമി ഭർത്താവ് എലിമലേക്ക് മരിച്ചു, അവളും പുത്രന്മാരും ശേഷിച്ചു. പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മൊവാബ്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ അമ്മയുടെ മരുമക്കൾ ഭർത്താക്കന്മാരില്ലാതെ കഴിഞ്ഞു.
അപ്പോൾ ആ അമ്മയുടെ ഒരു സ്നേഹം കൊണ്ടല്ലേ, അതെ. അല്ലെങ്കിൽ നിൽക്കേയില്ലല്ലോ. ഇല്ല. അപ്പോൾ അതുപോലെ റെയറായിട്ടുള്ള അമ്മായിമ്മമാർ ഇന്ന് ഭൂമിയിലുണ്ട്. ഉണ്ട്. പക്ഷേ ഈ അമ്മ കുറച്ചുകൂടെ മാറ്റം വരുത്തണം. പക്ഷേ അമ്മയെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ഇല്ലെങ്കിൽ സംഗതി കൂടുതൽ വഷളാകാൻ വഴിയുണ്ട്. അപ്പോൾ അവർ അമ്മയെ പതുക്കെ സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്ത് അവരമ്മയെ കയ്യിലെടുത്ത് അമ്മയെ എപ്പോഴും അവർ സംരക്ഷിക്കുകയും അമ്മയ്ക്ക് കൂടുതൽ കരുതൽ കൊടുക്കുകയും പരിഗണന കൊടുക്കുകയൊക്കെ ചെയ്യുക. അമ്മ ഏതായാലും മരിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഈ മക്കൾക്ക് തന്നെയുള്ളതാണ്. അമ്മ ഇത് കൈവിട്ടിട്ട് പോവുകയും ചെയ്യും. ഈ ഭരണമെല്ലാം അന്നേരം തീരും. അപ്പം ആ ഒരു കാര്യത്തിൽ മരുമക്കൾ തിരിച്ച് അറിയണം. അവർ ആ ഒരു തിരിച്ചറിവിലേക്ക് വന്ന് അവർ അമ്മയെ കൂടുതൽ സ്നേഹിച്ച് ബഹുമാനിച്ച് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം. അപ്പം മേഴ്സിയുടെ അഭിപ്രായത്തിൽ വൈധവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു ബോധ്യവും കൂടെ കണക്കിലെടുക്കണം എന്നുള്ളതാണ് മേഴ്സി ഹൈലൈറ്റ് ചെയ്തത്. അതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ഈ ഭയം, ഇവർക്ക് ഈ മക്കൾ ഇവരെ എന്തെങ്കിലും ചെയ്തെങ്കിലോ എന്നുള്ള ഭയത്തിലായിരിക്കും ചിലപ്പോൾ ഇവർ മേഴ്സി പറഞ്ഞല്ലോ മുൻകരുതൽ. അതൊരു വശമായിരിക്കും ഉണ്ടാകും. വിധവകൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാകുന്ന അനുഭവങ്ങളുണ്ട്. അപ്പം അത് കണക്കിലെടുക്കണം. അതനുസരിച്ച് മേഴ്സി സൂചിപ്പിച്ച കൂടുതൽ മക്കളുടെ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി ഇതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയോട് സ്നേഹത്തോടെ ഇടപെടണം. അമ്മയ്ക്കൊരു പേടിക്കണ്ട, ഞങ്ങൾ കൂടെയുണ്ട് എന്നൊരു ബോധ്യം കൊടുക്കണം എന്നുള്ള ചിന്ത കൂടുതലായിട്ട് മേഴ്സി പറയുകയുണ്ടായി. അതും പ്രധാനപ്പെട്ടതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബോധ്യം കൊടുത്ത് സ്നേഹത്തിൽ ഒരു സുരക്ഷിതത്വ ബോധം കൊടുത്ത് നയിക്കുമ്പോൾ സാധിക്കും. പിന്നെ അച്ഛൻ്റെ അടുത്ത് പോകുന്നത് സൂക്ഷിച്ച് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പരാതിയേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചിട്ട് അച്ഛൻ വിവേകപൂർവ്വം ഇടപെട്ട കാര്യങ്ങൾ സന്ദർശിച്ച്, ഇവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക, അങ്ങനെ പരിഹരിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ വിവേകത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമ്മൾ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിഷമിക്കരുത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാൻ, ഞങ്ങളെ കേൾക്കുന്നവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നല്ലവനും സ്നേഹനിധിയുമായ പൊന്നുതമ്പുരാനെ, പ്രത്യേകമായി ഞങ്ങൾ ഇന്ന് ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങയുടെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. സാഹചര്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നു. അവരുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ഏതെങ്കിലും തിന്മയുടെ സ്വാധീനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിനെല്ലാം അങ്ങ് പുറത്താക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ഭരണം അവിടെ നടത്തണമേ. അവരോരോരുത്തരും അങ്ങിലേക്ക് തിരിയുവാൻ, ആഴമായ ആശ്വാസദായകൻ്റെ സാന്നിധ്യം തൊട്ടറിയുവാനും അവ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനിടയാവണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com